RSS എപ്പോഴെങ്കിലും മുസ്ലിങ്ങളെ നാട് കടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ഇവിടുത്തെ മുസ്ലിങ്ങളെ എല്ലാം പലായനം ചെയ്യിക്കണം, പിന്നോക്കക്കാരെ ഓടിക്കണം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രമാണ് ഈ RSSനുള്ളതെങ്കിൽ ഇതെങ്ങനെ സാധിക്കും? നിങ്ങൾ എന്തിനാണ് ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഒരു സംഘടനയെ നിങ്ങൾ ഒറ്റപ്പെടുത്തിക്കൊണ്ട് അവർ ഹിന്ദുക്കൾക്ക് എഗൻസ്റ്റ് ആണ്, അവർ ഹിന്ദുവാണ്, കട്ടർ ഹിന്ദുവാണ്, ഇത് മുസ്ലിംസ് ആണ്, ഇവർക്ക് ഡേഞ്ചറാണ് എന്നുള്ളത് പറയുന്നത് ആരാണ്? വിചാരധാരയിൽ ഗോവാൾക്കർ, വിചാരധാരയിൽ ഗോൾവാൾക്കർ, ആഭ്യന്തര ശത്രുക്കളുടെ നിർവചനത്തിൽ ഇത് വിചാരധാര ഒറ്റപ്പെടുത്തുന്നു. ആരത്? ഗുരുജി ഗോൾവാൾക്കർ. ഇപ്പോൾ RSS ഇറങ്ങിയിരിക്കുന്ന ഗ്രന്ഥം. ഇനി ഇതിന്റെ ഉള്ളിൽ ഒന്ന് പോവാം. ഇതിന്റെ 267ാമത്തെ പേജിൽ ആന്തരിക ഭീഷണികൾ മുസ്ലിങ്ങൾ 11 ആന്തരിക ഭീഷണികൾ, അതിലൊന്ന് മുസ്ലിങ്ങൾ. ഇനി അടുത്ത പേജ് നോക്കാം. ആന്തരിക ഭീഷണികൾ 12 ക്രൈസ്തവർ. ഇനി അടുത്ത നോക്കാം 13 ആന്തരിക ഭീഷണികൾ കമ്മ്യൂണിസ്റ്റുകൾ. അപ്പൊ ആദ്യം മുസ്ലിങ്ങൾ, 2 ക്രൈസ്തവർ, 3 കമ്മ്യൂണിസ്റ്റുകൾ. കണ്ടോ? ഇത് ഏതാണ് പുസ്തകം? RSSന്റെ ഒരേറെപ്പെടുന്നത് വിചാരധാര. കണ്ടില്ലേ? എന്നും രാവിലെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന ചവറുകൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്.